ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങി സുഹൃത്തുക്കളെ. സോ അടുത്ത സീസൺ തൊട്ട് ബിഗ് ബോസ് മലയാളത്തിന് പുതിയൊരു ഹോസ്റ്റ് ആയിരിക്കും. സോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഹോസ്റ്റിനെയാണ് അവർ വെച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കി കഴിഞ്ഞു. നൺ അതർ ദാൻ നമ്മുടെ മമത മോഹൻദാസ്. സോ ലാലേട്ടൻ ഈ ഷോന്ന് മാറി നിൽക്കാൻ പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ആൾക്ക് എല്ലാ ആഴ്ചയും വരാൻ ബുദ്ധിമുട്ടാണ്, ഒരു ബിസി ഷെഡ്യൂളാണ് ആൾക്ക് ഇപ്പൊ ഉള്ളത് എന്നാണ്. സോ ലാലേട്ടൻ ഈ ഷോന്ന് മാറി നിന്നത് വളരെ നന്നായി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ ഷോ കൊണ്ട് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടായത് ലാലേട്ടൻ തന്നെയാണ്. പലരെയും ചീത്ത പറയുന്നില്ല, ഫേവറിസം കാണിക്കുന്നു വേണ്ടി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, പലരും തെറി വരെ വിളിക്കാറുണ്ട്. മാറി നിന്നത് വളരെ നന്നായി എന്ന് ഞാൻ പറയുള്ളൂ. സോ ആദ്യം അവര് മഞ്ജു വാര്യരെ കൊണ്ടുവരാൻ വേണ്ടി നോക്കി. സോ ആള് നോ പറഞ്ഞു. പിന്നീട് അവർ ചെന്നെത്തിയത് ടോവിനോ തോമസിനോട്ടാണ്. എഗെയിൻ മൂപ്പര് നോ പറഞ്ഞപ്പോഴാണ് നമ്മുടെ മമതയ്ക്ക് ഈ ഒരു ചാൻസ് കിട്ടിയത്. എന്റെ അഭിപ്രായത്തിൽ ഷീ വിൽ ബി എ പെർഫെക്റ്റ് ഹോസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ആൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടാണ് പല സ്ഥലത്തും സംസാരിക്കാറ്, നന്നായി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെ റോസ്റ്റ് ചെയ്യാൻ ഏറ്റവും മിടുക്കത്തി നമ്മുടെ മമത മോഹൻദാസ് തന്നെയാണ്. അപ്പൊ നമ്മളെ ലാലേട്ടനെ നോക്കുകയാണെന്ന് വെച്ചാൽ ലാലേട്ടന് എന്നും ഒരു മൈൽഡ് അപ്രോച്ചാണ് എല്ലാവരുടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എന്താ മോനെ അങ്ങനെ ചെയ്യാൻ പാടോ കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ മഞ്ജു വാര്യർ വന്നാൽ പോലും ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മമത വിൽ ബി ദ പെർഫെക്റ്റ് ഹോസ്റ്റ് എന്ന്. സോ ഇതൊരു ഫാൾസ് ഇൻഫർമേഷനോ റൂമേഴ്സോ ഒന്നല്ല, ഫിക്സ് ആയ കാര്യമാണ്. ബിഗ് ബോസ് എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ലാലേട്ടൻ മാറിയോണ്ട് TRP കുറയുമോ, ആൾക്കാർ ഷോ കാണല് നിർത്തുമോ? എന്റെ അടുത്ത് ചോദിക്കാൻ ചെയ്യാൻ പറയും ഡെഫിനറ്റ്ലി നോട്ട് എന്നേ പറയുള്ളൂ. കാരണം ലാലേട്ടൻ ശനി ഞായർ മാത്രമേ വരുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആഴ്ചയിലുള്ള ദിവസങ്ങളും എല്ലാവരും 24/7 ഇരുന്ന് കാണുന്നുണ്ട്. കാരണം എന്താണ്? വോയറിസം. അതായത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കണമെന്ന് അറിയാൻ നമ്മുടെ മലയാളികൾക്ക് ഒരു ത്വര കൂടുതലാണ്. അത് ഉള്ളിടത്തോളം കാലം ഈ ഷോ സക്സസ് തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ ആങ്കർ അല്ലെങ്കിൽ ഹോസ്റ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കണ്ടന്റ് ആണ്. അടി, ചീത്തവിളി, തന്തയ്ക്ക് വിളി ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ട് ഇരുന്ന് കാണും. ആസ് യൂഷ്വൽ കണ്ടന്റ് തന്നെയാണ് ഇവിടുത്തെ ഹീറോ. സോ ഇത് ഉള്ളിടത്തോളം കാലം എന്തായാലും ഈ ഷോ ഹിറ്റ് തന്നെ ആയിരിക്കും, ആര് വന്നാലും പോയാലും. സോ ഈ സീസണിലുള്ള ഓഡീഷനൊക്കെ തുടങ്ങിയിട്ട് അടുത്ത കൊല്ലം പകുതിയോടെ നമുക്ക് അടുത്ത സീസൺ തുടങ്ങും. സോ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ തമിഴില് വിജയ് സേതുപതി വന്നു കമലഹാസന് പകരം. ഇപ്പൊ മോഹൻലാലിന് പകരം മമത മോഹൻദാസ് വരുന്നത് തന്നെ ഒരു പുതിയ ബിഗിനിങ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ തമിഴിലാണെന്ന് വെച്ചാൽ അവർ നയൻതാരെ കൊണ്ടുവരാൻ നോക്കി, അതായത് ലേഡി ഹോസ്റ്റിനെ കൊണ്ടുവരാൻ നോക്കി. പക്ഷെ അത് സക്സസ് ആവാത്തതുകൊണ്ടാണ് വിജയ് സേതുപതിയെ കൊണ്ടുവന്നത്. ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് Disney+ ഹോട്ട്സ്റ്റാറിലായിരുന്നല്ലോ ഇത്രയും കാലം ഈ ഷോ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി തൊട്ട് ജിയോയിലായിരിക്കും എന്നാണ് പറയുന്നത്. 24/7 ജിയോയിലായിരിക്കും. കാരണം പല ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ഇപ്പൊ ജിയോയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി മലയാളം ബിഗ് ബോസും അതേപോലെ ജിയോയിലായിരിക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത്. സോ ഫാൾസ് ന്യൂസും അതേപോലത്തെ റൂമേഴ്സും ഒന്നല്ല, ഇതൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് തന്നെയാണ്. സോ പലരും ഇപ്പൊ വന്ന് പറയും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി പറയില്ല, ഇത് എല്ലാ സീസൺ വരുമ്പോൾ പറയാം. അങ്ങനത്തെ ഒരു ന്യൂസ് അല്ല, ഇത് പ്രോപ്പർ ആയിട്ടൊരു സോഴ്സിൽ നിന്ന് കിട്ടിയ ന്യൂസ് ആണ്. കഴിഞ്ഞ സീസണിലും ഫിനാലെ നടക്കുന്ന സമയത്ത് വിന്നർ ആദ്യം പറഞ്ഞത് ഞാനാണ്. പക്ഷെ എന്റെ ചാനൽ ആർക്കും അധികം പരിചയം ഇല്ലാത്തതുകൊണ്ട് പലരും അത് കണ്ടില്ല. അതേപോലെ തന്നെ ഫൈനലില് മറ്റേ അവർ സ്റ്റുഡിയോയില് നിഷാന എവിക്ട് ആവണ ആ ഒരു വീക്കില് റസ്മിന്റെ വോട്ട് നിഷാനേക്കാൾ താഴെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. പലരും അതിനെപ്പറ്റി പറഞ്ഞില്ല, പലരും അത് കണ്ടന്റ് ആക്കിയത് എന്റെ വീഡിയോ എടുത്തിട്ടാണ്. പക്ഷെ എന്നെ ആർക്കും പരിചയമില്ല. സോ അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് സോഴ്സിൽ നിന്ന് കിട്ടിയൊരു ന്യൂസ് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താ? ലാലേട്ടൻ പോയി കഴിഞ്ഞാൽ ഈ ഷോയുടെ TRP കമ്മിയാവും, അത് പലരും ഇത് കാണല് നിർത്തും? ഡെഫിനറ്റ്ലി കുറച്ച് പേര് എന്തായാലും ഈ ഷോ ലാലേട്ടനെ കാണാൻ വേണ്ടി കാണുന്നുണ്ടാവും. പക്ഷെ കൂടുതൽ ആൾക്കാരും കണ്ടന്റിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഷോയോടുള്ള ഇഷ്ടം കൊണ്ട് കാണുന്നവരാണ് എന്റെ അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. സോ ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ എന്നൊന്നും പറയുന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ ഡു ഇറ്റ്, അതർവൈസ് ഡോണ്ട്.